ചൈനയുടെ ചരിത്രത്തിൽ പുതിയ അധ്യായം എഴുതിച്ചേർത്ത് ഷീ ജിൻപിങ് തുടർച്ചയായ മൂന്നാം വട്ടവും പ്രസിഡന്റായി. വിരമിക്കുകയോ പുറത്താക്കപ്പെടുകയോ മരിക്കുകയോ ചെയ്യുന്നതുവരെ ഷീ ജിൻപിങ് തന്നെയായിരിക്കും ചൈനയുടെ പരമാധികാരി. ബ്രസീലിൽ ഇടതുപക്ഷ നേതാവായ ലൂയിസ് ഇനാഷോ ലുല ഡ സിൽവ പ്രസിഡന്റായി അധികാരമേറ്റു. ലുല അധികാരമേറ്റതിനു പിന്നാലെ പാർലമെന്റിനുള്ളിലും സുപ്രീം കോടതിക്കുള്ളിലും കയറി ആയിരക്കണക്കിന് കലാപകാരികൾ അഴിഞ്ഞാടി. അക്രമികൾ മുൻ പ്രസിഡന്റ് ജെയർ ബോൾസോനാരോയുടെ അനുയായികളാണെന്നാണ് ആരോപണം. ബ്രിട്ടനിൽ ചാൾസ് മൂന്നാമൻ രാജാവിന്റെ കിരീടധാരണം മെയ് 7 നടന്നു. ചാൾസിന്റെ പത്നി കാമിലിയെ രാജ്ഞിയായി വാഴിച്ചു. 1066 മുതലുള്ള ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെ ചരിത്രത്തിൽ കിരീടം ചൂടുന്ന 40ാമത്തെ വ്യക്തിയും ഏറ്റവും പ്രായം കൂടിയ രാജാവുമാണ് 74 വയസ്സുള്ള ചാൾസ് മൂന്നാമൻ. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ശക്തമായ അടിത്തറയുള്ള ഗ്രീസിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ നാസി ആശയങ്ങളോട് താൽപ്പര്യമുള്ള ന്യൂ ഡെമോക്രസി അധികാരമുറപ്പിച്ചു. കിരിയോക്കോസ് മിൽസോതാക്കിസ് രണ്ടാമതും ഗ്രീക്ക് പ്രധാനമന്ത്രിയായി. കുടിയേറ്റ നയത്തോടുള്ള വിയോജിപ്പാണ് ന്യൂ ഡെമോക്രസിയുടെ വിജയത്തിന് കാരണമായി വിലയിരുത്തുന്നത്. തുർക്കി പ്രസിഡന്റായി 5ാം തവണയും റജബ് തയ്യിബ് എർദോഗാൻ തെരഞ്ഞെടുക്കപ്പെട്ടു. സാമ്പത്തിക പ്രതിസന്ധി, ഭൂകമ്പ ദുരിതാശ്വാസത്തിലെ വീഴ്ചകൾ തുടങ്ങിയ ആരോപണങ്ങളെല്ലാം അതിജീവിച്ചാണ് തയ്യിബ് എർദോഗാൻ പ്രസിഡന്റ് സ്ഥാനം നിലനിർത്തിയത്. ഈജിപ്തിൽ 3ാം തവണയും ഭരണത്തുടർച്ച നേടി പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സീസി. 1952 ശേഷം ഈജിപ്തിൽ രാഷ്ട്രത്തലവനാകുന്ന 5ാമത്തെ സൈനിക മേധാവിയാണ് അബ്ദുൽ ഫത്താഹ് അൽ സീസി. ഈജിപ്തിൽ അടിച്ചമർത്തലുകളുടെ നാളുകൾ അവസാനിക്കുന്നില്ല എന്നതിന്റെ സൂചനയാണ് സിസിയുടെ 3ാം വിജയത്തെ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഡച്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തീവ്ര വലതുപക്ഷ ജനകീയ നേതാവും കടുത്ത ഇസ്ലാം വിരുദ്ധനുമായ ഗീറ്റ് വിൽഡേഴ്സ് അധികാരത്തിലെത്തുമെന്ന് ഉറപ്പായി. യൂറോപ്യൻ യൂണിയൻ വിടുക, കുടിയേറ്റക്കാരെയും അഭയാർത്ഥികളെയും പൂർണ്ണമായും തടയുക തുടങ്ങിയ വാഗ്ദാനങ്ങൾ മുന്നോട്ട് വച്ചാണ് ഗീറ്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയത്. ബെനിറ്റോ മുസോളിനിയുടെ മരണത്തിനുശേഷം കൃത്യം 1 നൂറ്റാണ്ട് പിന്നിട്ടപ്പോൾ ഇറ്റലിയിൽ തീവ്ര വലതുപക്ഷം അധികാരം ഉറപ്പിച്ചു. ജോർജിയ മെലോണി ഇറ്റലിയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി. 2ാം ലോക മഹായുദ്ധത്തിനു ശേഷം ഇറ്റലിയിലെ ആദ്യ വലതുപക്ഷ സർക്കാരിനാണ് മെലോണി നേതൃത്വം നൽകുന്നത്. ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും പരാജയപ്പെടുത്തി പുതുമുഖമായ ഹാവിർ മിലെ അർജന്റീനയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. സാമ്പത്തിക വിദഗ്ധനായ മിലെയുടെ വിജയത്തെ രാഷ്ട്രീയ ഭൂകമ്പമെന്ന് മാധ്യമങ്ങൾ വിലയിരുത്തുമ്പോൾ ഭ്രാന്തൻ, മിനി ട്രംപ് എന്നീ വിശേഷണങ്ങളാണ് പ്രതിപക്ഷം നൽകുന്നത്. സാമ്പത്തികമായി തകർന്ന അർജന്റീനയിലെ ജനങ്ങൾ രക്ഷകനായാണ് മിലെയെ കാണുന്നത്. സ്പെയിനിൽ സോഷ്യലിസ്റ്റ് നേതാവ് പെഡ്രോ സാഞ്ചസ് വീണ്ടും പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. ചെറുപാർട്ടികളുടെ പിന്തുണയോടെയാണ് സാഞ്ചസ് അധികാരത്തിലെത്തിയത്. അട്ടിമറി വിജയത്തോടെ സ്ലോവാക്യയിൽ ഡയറക്ഷൻ സോഷ്യൽ ഡെമോക്രസി നേതാവ് റോബർട്ട് ഫിക്കോ അധികാരത്തിലെത്തി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് ഏറെ അടുപ്പമുള്ള ഫിക്കോ അധികാരം ഏറ്റെടുത്തതിന് പിന്നാലെ യുക്രൈനുള്ള സൈനിക സഹായം നിർത്തലാക്കിയത് നാറ്റോ സഖ്യത്തിന് തിരിച്ചടിയായി. രാഷ്ട്രീയ അനിശ്ചിതത്വത്തിനൊടുവിൽ പ്രമുഖ റിയൽ എസ്റ്റേറ്റ് വ്യവസായിയും ഫ്യൂതായ് പാർട്ടി നേതാവുമായ സ്രെത്ത തബീസിനെ തായ്ലൻഡ് പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുത്തു. സ്രെത്ത അധികാരമേറ്റതിനു പിന്നാലെ പ്രവാസ ജീവിതം നയിച്ചിരുന്ന മുൻ പ്രധാനമന്ത്രി തക്സിൻ ഷിനവത്ര തായ്ലൻഡിലെത്തിയത് ഏറെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. ആഭ്യന്തര കലാപങ്ങൾക്കും കമ്മ്യൂണിസ്റ്റ് പോരാട്ടങ്ങൾക്കും നടുവിൽ മരണഭയത്തോടെ ജീവിച്ച കംബോഡിയയിലെ ജനങ്ങളെ 4 ദശകത്തോളം ഏകാധിപതിയെപ്പോലെ ഭരിച്ച ഹുൻസെൻ അധികാരമൊഴിഞ്ഞു. മകൻ ഹുൻ മാനറ്റിനെ പ്രധാനമന്ത്രിയാക്കിയെങ്കിലും ഭരണത്തിന്റെ അവസാന വാക്ക് താനായിരിക്കുമെന്ന് ഹുൻസെൻ പ്രഖ്യാപിച്ചിരുന്നു. ലഹരി മാഫിയകൾ അടക്കിവാഴുന്ന ഇക്വഡോറിൽ ശതകോടീശ്വരൻ ഡാനിയൽ നബോവയെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. 35-കാരനായ ഡാനിയൽ ഇക്വഡോറിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റാണ്. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനിടെ അഴിമതി വിരുദ്ധ പോരാളിയും മുൻ പാർലമെന്റ് അംഗവുമായ ഫെർണാണ്ടോ വിലവിസൻസിയെ ലഹരി മാഫിയ സംഘം തെരുവിൽ വെടിവെച്ചു കൊന്നത് ലോകശ്രദ്ധ നേടിയിരുന്നു.
ആഫ്രിക്കൻ രാജ്യങ്ങളിൽ 2020 മുതൽ നടന്നുവന്നിരുന്ന സൈനിക അട്ടിമറിയുടെ തുടർച്ച ഈ വർഷവും സംഭവിച്ചു. പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ നൈജറിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് മുഹമ്മദ് ബാസൂമിനെ അട്ടിമറിച്ച് സൈന്യം ഭരണം പിടിച്ചെടുത്തു. പിന്നാലെ സൈനിക ജനറൽ അബ്ദുറഹ്മാൻ ചിയാനി രാഷ്ട്രത്തലവനായി സ്വയം പ്രഖ്യാപിച്ച് അധികാരം ഉറപ്പിച്ചു. നോർവീജിയൻ നാടകകൃത്തും നോവലിസ്റ്റുമായ യുവൻ ഫൊസേക്കിനാണ് ഈ വർഷത്തെ സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം. ജീവിത സമസ്യകളെ ധ്യാനിക്കുന്ന ഫൊസെയുടെ രചനകൾ നിശബ്ദമാക്കപ്പെട്ടവരുടെ ശബ്ദമാണെന്നാണ് പുരസ്കാര കമ്മിറ്റിയുടെ വിലയിരുത്തൽ. ഇറാനിയൻ മനുഷ്യാവകാശ പ്രവർത്തക നർഗീസ് മുഹമ്മദി സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടി. സ്ത്രീ അവകാശങ്ങൾക്കും ജനാധിപത്യത്തിനും വേണ്ടി പോരാടുന്ന 51-കാരിയായ നർഗീസ് ഇപ്പോഴും ഇറാനിലെ ജയിലിലാണ്. നാനോ ടെക്നോളജിയിൽ വിപ്ലവത്തിന് വഴിവെച്ച ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലിന് കാരണക്കാരായ മൗങ്കി ബാവേണ്ടി, ലൂയി ബ്രസ് അലക്സി യഗീമോവ് എന്നിവർ രസതന്ത്രത്തിലും കോവിഡ് വാക്സിനുകളുടെ കണ്ടുപിടുത്തത്തിന് വഴിയൊരുക്കിയ ഡോക്ടർ കാറ്റലിൻ കാരിക്കോക്ക്, ഡോക്ടർ ഡ്രൂ വൈസ്മാൻ എന്നിവർ വൈദ്യശാസ്ത്രത്തിലും നൊബേൽ പുരസ്കാരം നേടി. 95-ാം ഓസ്കറിൽ മികച്ച ചിത്രമായി എവറിതിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് തെരഞ്ഞെടുത്തു. ബ്രെൻഡൻ ഫ്രേസർ മികച്ച നടനും മിഷേൽ യോ മികച്ച നടിയുമായി. എവറിതിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് ഒരുക്കിയ ഡാനിയൽ ക്വാൻ, ഡാനിയൽ ഷേനറ്റ് എന്നിവരാണ് മികച്ച സംവിധായകർ. സംഗീത ലോകത്തെ ഓസ്കർ എന്നറിയപ്പെടുന്ന ഗ്രാമി പുരസ്കാരം നേടി ഗായികയും ഗാനരചയിതാവുമായ ബിയോൺസെ ചരിത്രം സൃഷ്ടിച്ചു. ബ്രിട്ടീഷ് സംഗീതജ്ഞനായ ഗെയോർഗ് സോൾട്ടിയുടെ 31 അവാർഡ് മറികടന്നാണ് ഏറ്റവും കൂടുതൽ ഗ്രാമി പുരസ്കാരം നേടിയ വ്യക്തി എന്ന റെക്കോർഡ് ബിയോൺസെ സ്വന്തമാക്കിയത്. 3 ഗ്രാമി പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി റിക്കി കേജും 2023 ഗ്രാമി വേദിയിൽ തിളങ്ങി. 76-ാം കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഫ്രഞ്ച് സംവിധായിക ജസ്റ്റിൻ ട്രൈറ്റിന്റെ മർഡർ മിസ്റ്ററി ചിത്രമായ അനാട്ടമി ഓഫ് എ ഫോൾ മികച്ച സിനിമയ്ക്കുള്ള പാം ഡിയോർ പുരസ്കാരം സ്വന്തമാക്കി. ബ്രിട്ടീഷ് സംവിധായകൻ ജൊനാഥൻ ഗ്ലേസറിന്റെ ദ സോൺ ഓഫ് ഇൻട്രസ്റ്റിനാണ് രണ്ടാമത്തെ ബഹുമതിയായ ഗ്രാൻഡ് പ്രീ പുരസ്കാരം. 80-ാം ഗോൾഡൻ ഗ്ലോബ് വേദിയിൽ ഇന്ത്യൻ സംഗീതത്തിന് തിളക്കം. ലോകമാകെ ചടുല നൃത്തച്ചുവടുകൾ വച്ച് വൈറലാക്കിയ നാട്ടുനാട്ടു എന്ന ഗാനം ബെസ്റ്റ് ഒറിജിനൽ സോങ് ബഹുമതി നേടി. വിഖ്യാത സംവിധായകൻ സ്റ്റീവൻ സ്പിൽബർഗിന് 2 പുരസ്കാരങ്ങൾ ലഭിച്ചു. മികച്ച നടനായി ഓസ്റ്റിൻ ബട്ട്ലറെയും മികച്ച നടിയായി കേറ്റ് ബ്ലാൻഷെറ്റും തെരഞ്ഞെടുത്തു. ലോകസാഹിത്യത്തിലെ അഭിമാന പുരസ്കാരമായ ബുക്കർ പ്രൈസ് ഐറിഷ് നോവലിസ്റ്റ് പോൾ ലിഞ്ചിന്റെ പ്രൊഫറ്റ് സോങ് എന്ന കൃതിക്ക് ലഭിച്ചു. ഒരു സാങ്കല്പിക ഐറിഷ് സർക്കാർ സ്വേച്ഛാധിപത്യത്തിലേക്ക് നീങ്ങുമ്പോൾ ദുരന്തത്തിന്റെ വക്കിലുള്ള ഒരു കുടുംബത്തിന്റെയും രാജ്യത്തിന്റെയും കഥ പറയുന്നതാണ് കൃതി. ഈ വർഷത്തെ ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരത്തിന് ബൾഗേറിയൻ എഴുത്തുകാരൻ ജോർജി ഗോസ്പൊഡീനോവ് അർഹനായി. അദ്ദേഹത്തിന്റെ ടൈം ഷെൽട്ടർ എന്ന നോവലിനാണ് പുരസ്കാരം. ആഗോള കത്തോലിക്കാ സഭയ്ക്ക് 8 വർഷം നേതൃത്വം നൽകിയ എമരിറ്റിസ് മാർപ്പാപ്പ ബെനഡിക്ട് 16-ന് ലോകം സ്നേഹാഞ്ജലി നൽകി. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിലെ ഗ്രോട്ടോയിൽ പാപ്പായുടെ ഭൗതികദേഹം കബറടക്കി. 20-ാം നൂറ്റാണ്ടിൽ ലോകത്തിൽ ഏറ്റവുമധികം സ്വാധീനം ചെലുത്തിയ നയതന്ത്രജ്ഞനായ ഹെൻറി കിസിഞ്ചർ 2023 100-ാം വയസ്സിൽ ഓർമ്മയായി. അമേരിക്കയെ ലോക പോലീസാക്കിയതിനു പിന്നിൽ കിസിഞ്ചറുടെ ചാണകബുദ്ധിയുണ്ടായിരുന്നു. എന്നാൽ യുദ്ധകൊതിയനായ രാഷ്ട്രതന്ത്രജ്ഞൻ എന്ന വിശേഷണം കിസിഞ്ചർക്ക് ചോരക്കറമായാത്ത ചരിത്രത്താളുകളിൽ പ്രതിനായക സ്ഥാനം നൽകുന്നു. അധികാര രാഷ്ട്രീയത്തിന്റെ അടിച്ചമർത്തലുകളും ജീവിത നീരസങ്ങളും സാഹിത്യകൃതികളിലൂടെ വരച്ചിട്ട വിഖ്യാത ചെക്ക് എഴുത്തുകാരൻ മിലൻ കുന്ദേര 2023 ഓർമ്മയായി. അധികാരത്തിനെതിരായ മനുഷ്യന്റെ പോരാട്ടം മറവിക്കെതിരായ ഓർമ്മയുടെ പോരാട്ടമെന്ന് പറഞ്ഞ കുന്ദേര പ്രാഗ് വസന്തത്തിന്റെ പ്രക്ഷോഭകരിൽ പ്രധാനിയായിരുന്നു. യൂറോപ്പിൽ കമ്മ്യൂണിസം തകരുമെന്നും അദ്ദേഹം പ്രവചിച്ചിരുന്നു. ലോകപ്രശസ്ത ഐറിഷ് പോപ്പ് ഗായികയും ഗാനരചയിതാവുമായ സിനേറ്റ് ഒക്കോണറിനെ സൗത്ത് ലണ്ടനിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി.
ലോകത്തെമ്പാടും ആരാധകരെ സൃഷ്ടിച്ച സിനൈഡ് 10 സംഗീത ആൽബങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. റോക്ക് ആൻഡ് റോൾ സംഗീതത്തിന്റെ രാജ്ഞി എന്നറിയപ്പെട്ടിരുന്ന ഇതിഹാസ ഗായിക ടിന ടേണർക്ക് 2023 വിട നൽകി. സംഗീത ലോകത്ത് പകരം വയ്ക്കാത്ത ടേണർക്ക് 12 ഗ്രാമി അടക്കം നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇറ്റലിയെ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച സിൽവിയോ ബെർലുസ്കോണി ഓർമ്മയായി. ഇറ്റലിയിലെ ഏറ്റവും വലിയ സമ്പന്നൻ എന്ന പെരുമയിൽ നിന്ന് രാഷ്ട്രീയത്തിലെത്തിയ ബെർലുസ്കോണി രണ്ടാം ലോകയുദ്ധാനന്തരം ഇറ്റലിയിൽ 4 തവണ പ്രധാനമന്ത്രിയായിരുന്നു. വിഖ്യാത ഇറാനിയൻ ചലച്ചിത്ര സംവിധായകൻ ദാരിയുഷ് മെർജിയെയും ഭാര്യയും തിരക്കഥാകൃത്തുമായ വഹീദെ മുഹമ്മദിഫറിനെയും സ്വന്തം വസതിയിൽ വച്ച് കുത്തിക്കൊലപ്പെടുത്തി. ഇറാനിയൻ സിനിമയുടെ പിതൃസ്ഥാനീയനായ ദാരിയുഷ് 50 വർഷത്തിനിടയിൽ ഇറാനിയൻ ചലച്ചിത്ര സംസ്കാരത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾക്ക് വഴിതെളിയിച്ചു. പട്ടാള അട്ടിമറിയിലൂടെ പാകിസ്ഥാനിൽ അധികാരം പിടിച്ചെടുത്ത മുൻ പ്രസിഡന്റ് പർവേസ് മുഷറഫ് ദുബായിൽ വെച്ച് അന്തരിച്ചു. സൈനിക മേധാവിയായ മുഷറഫ് 1999 കാർഗിൽ യുദ്ധത്തിന്റെ സൂത്രധാരനായിരുന്നു. നവാസ് ഷെരീഫ് സർക്കാരിനെ അട്ടിമറിച്ചാണ് പർവേസ് അധികാരം പിടിച്ചെടുത്തത്. ഭൂമിയിൽ നിന്ന് 8 കോടിയിലേറെ ദൂരമുള്ള ബെന്നു ചിഹ്നഗ്രഹത്തിൽ നിന്ന് മണ്ണും കല്ലും ഒസിരിസ് റെക്സ് പേടകം ഭൂമിയിലെത്തിച്ചത് 2023 ബഹിരാകാശ രംഗത്തെ ശ്രദ്ധേയ നേട്ടമായി. ഭൂമി ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങളുടെ രൂപീകരണവും സൗരയൂഥത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള പഠനത്തിനും ഒസിരിസ് റെക്സ് ശേഖരിച്ച സാമ്പിളുകൾ സഹായകമാകുമെന്നാണ് നാസയുടെ പ്രതീക്ഷ. നാസയുടെ ജെയിംസ് വെബ് ടെലസ്കോപ്പ് സൗരയൂഥത്തിന് പുറത്ത് പുതിയതായി ഒരു ഗ്രഹത്തെ കണ്ടെത്തി. ഭൂമിയിൽ നിന്ന് 41 പ്രകാശവർഷം അകലെ ഒക്ടൻസ് താരപഥത്തിലാണ് LHS 475 എന്ന് പേരിട്ട ഗ്രഹത്തെ കണ്ടെത്തിയത്. UAE ബഹിരാകാശ സഞ്ചാരി സുൽത്താൻ അൽ നയാദിയെയും നാസയുടെ ക്രൂസിക്സിലെ മറ്റ് 3 അംഗങ്ങളും 6 മാസത്തെ ബഹിരാകാശ ദൗത്യവുമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തി. 6.5 മണിക്കൂർ ബഹിരാകാശത്ത് നടന്ന അൽ നയാദി ഈ ബഹുമതി നേടുന്ന ആദ്യ UAE-കാരനായി. അറബ് ലോകത്തു നിന്ന് ബഹിരാകാശ യാത്ര നടത്തുന്ന ആദ്യ വനിത എന്ന നേട്ടം സൗദി അറേബ്യയുടെ റയാന ബർനാവി സ്വന്തമാക്കി. സ്തനാർബുദ ഗവേഷകയായ ബർനാവി ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നാണ് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തിയത്. ബഹിരാകാശത്ത് മനുഷ്യരാശിയുടെ ഗവേഷണ വീടായിരുന്ന അന്താരാഷ്ട്ര നിലയത്തിന് 2023 25 ആണ്ട് തികഞ്ഞു. 2031 ബഹിരാകാശ നിലയത്തിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കാനാണ് തീരുമാനം. മനുഷ്യരാശിയുടെ പുരോഗതിയിലേക്ക് നയിച്ച അനേകം ഗവേഷണങ്ങൾ സാക്ഷ്യം വഹിച്ച ബഹിരാകാശ നിലയത്തിന് ശാന്തസമുദ്രത്തിൽ അന്ത്യവിശ്രമം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നാസ. ഭൂമിക്ക് പുറത്ത് ബഹിരാകാശത്ത് ചിത്രീകരിച്ച ആദ്യ ഫീച്ചർ ലെങ്ത് ഫിക്ഷൻ സിനിമയായ ദ ചലഞ്ച് ലോകമെങ്ങും റിലീസ് ചെയ്തു. ബഹിരാകാശ സഞ്ചാരികളോടൊപ്പം റഷ്യയിലെ അറിയപ്പെടുന്ന നടിയായ യൂലിയ പെരേസിൽഡ് മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ചു. തെക്കൻ തുർക്കിയിലെ ഗാസിയൻടെപ് പ്രവിശ്യയിൽ ഫെബ്രുവരി 6 ഇരട്ട ഭൂകമ്പത്തിൽ തുർക്കിയിലും അയൽരാജ്യമായ സിറിയയുടെ വടക്കൻ മേഖലയിലും വൻ നാശനഷ്ടമുണ്ടായി. 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ ഇരു രാജ്യങ്ങളിലുമായി 58,259 പേർ മരിച്ചു. 3 ലക്ഷത്തോളം കെട്ടിടങ്ങൾ തകർന്നു. സെപ്റ്റംബർ 8 മൊറോക്കയിലെ ചരിത്ര നഗരമായ മറാക്കിഷിലുണ്ടായ ഭൂകമ്പത്തിൽ 3000-ഓളം പേർ കൊല്ലപ്പെട്ടു. 1960-ൽ 12,000 പേർ കൊല്ലപ്പെട്ടതിന് ശേഷം മൊറോക്കോ നേരിട്ട അതിശക്തമായ ഭൂകമ്പത്തിൽ 3 ലക്ഷത്തിലേറെ ജനങ്ങൾക്ക് വീടുകൾ നഷ്ടമായി. ഒക്ടോബർ 7 പടിഞ്ഞാറൻ അഫ്ഗാനിസ്ഥാനിലെ ഹെറാത്ത് പ്രവിശ്യയിലുണ്ടായ ഭൂചലനത്തിൽ 1500-ലേറെ പേർ കൊല്ലപ്പെട്ടു. 6.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ 100 കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റു. നവംബർ 3 നേപ്പാളിനെ പിടിച്ചുകുലുക്കിയ ഭൂകമ്പത്തിൽ 153 പേർ കൊല്ലപ്പെട്ടു. 2023-ൽ നേപ്പാളിലുണ്ടായ മൊത്തം 70 ഭൂകമ്പങ്ങളിൽ ഏറ്റവും ശക്തമായ ഈ അപകടത്തിൽ 1000-ഓളം പേർക്ക് പരിക്കേറ്റിരുന്നു.
സെപ്റ്റംബർ 10 കിഴക്കൻ ലിബിയയിലെ ഡെർന നഗരത്തിലുണ്ടായ ശക്തമായ മഴയിലും വെള്ളപ്പൊക്കത്തിലും 4000-ഓളം പേർ മരിക്കുകയും ആയിരക്കണക്കിന് ആളുകളെ കാണാതാവുകയും ചെയ്തു. ഡെർനയിൽ വീശിയടിച്ച ഡാനിയൽ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ പേമാരിയിൽ 2 അണക്കെട്ടുകൾ ഒന്നിച്ചു തകർന്നുണ്ടായ വെള്ളപ്പാച്ചിലിൽ നഗരത്തിന്റെ 25% അപ്രത്യക്ഷമായി. അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ ഹവായ് ദ്വീപുകളിൽ ഓഗസ്റ്റ് മാസത്തിൽ പടർന്നുപിടിച്ച കാട്ടുതീയിൽ 100 കണക്കിന് ആളുകൾ വെന്തുമരിച്ചു. ഒരു പതിറ്റാണ്ടിനിടെ അമേരിക്കയിലുണ്ടായ ഏറ്റവും വലിയ കാട്ടുതീയിൽ ചരിത്രപ്രസിദ്ധമായ ലഹീന പട്ടണം പൂർണ്ണമായും കത്തിനശിക്കുകയും 45,000 കോടിയിലേറെ രൂപയുടെ നാശനഷ്ടമുണ്ടായതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു. അറബിക്കടലിൽ രൂപം കൊണ്ട ബിബർജോയ് ചുഴലിക്കാറ്റും ചൈനയിൽ നടമാടിയ ഡോക്സൂരി ചുഴലിക്കാറ്റും മേഖലയിലുണ്ടാക്കിയ നാശനഷ്ടങ്ങൾ ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്തതായിരുന്നു. 2023 ഇന്ത്യ ഉൾപ്പെടെ അനേകം രാജ്യങ്ങൾ പ്രളയക്കെടുതിയിലായി. നിരവധി പേർ കൊല്ലപ്പെട്ടു. കൃഷിനാശം മൂലമുണ്ടായ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് പല രാജ്യങ്ങളും ഇതുവരെ മുക്തമായിട്ടില്ല. നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടുന്നതിനുള്ള പ്രഥമ ആഗോള ഉച്ചകോടി ബ്രിട്ടനിൽ നടന്നു. ഇന്ത്യ, US, ചൈന, ബ്രിട്ടൻ തുടങ്ങി 28 രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഉച്ചകോടിയിൽ പങ്കെടുത്തു. നിർമ്മിത ബുദ്ധിയുടെ ഭീഷണി ഒറ്റക്കെട്ടായി ചെറുക്കാൻ ഉച്ചകോടിയിൽ പങ്കെടുത്ത രാജ്യങ്ങളിലെ പ്രതിനിധികൾ തീരുമാനിച്ചു. ദക്ഷിണാഫ്രിക്കൻ തലസ്ഥാനമായ ജോഹന്നാസ്ബർഗിൽ നടന്ന 5 സാമ്പത്തിക ശക്തികളുടെ കൂട്ടായ്മയായ ബ്രിക്സ് രാജ്യങ്ങളുടെ 15ാം ഉച്ചകോടി ചരിത്ര സംഭവമായി മാറി. 6 രാജ്യങ്ങൾക്ക് കൂടി ബ്രിക്സിൽ അംഗത്വം നൽകാൻ തീരുമാനിച്ചത് ഉച്ചകോടിയെ ശ്രദ്ധേയമാക്കി. പാകിസ്ഥാനെ കൂട്ടായ്മയിൽ ചേർക്കാൻ ചൈന സമ്മർദ്ദം ചെലുത്തിയെങ്കിലും ഇന്ത്യയുടെ എതിർപ്പു കാരണം നടന്നില്ല. 7 സമ്പന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയായ G7ന്റെ 49ാം ഉച്ചകോടി ജപ്പാനിലെ ഹിരോഷിമയിൽ നടന്നു. റഷ്യയ്ക്കെതിരായ ഉപരോധങ്ങൾ വിപുലമാക്കാനും യുക്രൈന് ആവശ്യമായ സാമ്പത്തിക, സൈനിക, നയതന്ത്ര പിന്തുണ നൽകാനും ഉച്ചകോടിയിൽ തീരുമാനമായി. പ്രത്യേക ക്ഷണിതാവായി എത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക നേതാക്കളുമായി ചർച്ച നടത്തി. നിർണായക ചർച്ചകളും പ്രഖ്യാപനങ്ങളുമായി G20 ഉച്ചകോടി ഡൽഹിയിൽ നടന്നു. റഷ്യയെ ശക്തമായി അപലപിക്കാതെ കടന്നുകയറ്റങ്ങൾക്കെതിരെ താക്കീത് നൽകി പ്രഖ്യാപനത്തിൽ സമവായം സാധ്യമാക്കിയത് ഇന്ത്യയുടെ രാജ്യാന്തര നയതന്ത്ര നേട്ടമായി വിലയിരുത്തി. ഇന്ത്യ, ഗൾഫ്, യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിയുടെ പ്രഖ്യാപനവും ഉച്ചകോടിയിലെ മറ്റൊരു നാഴികക്കല്ലായിരുന്നു.